You know that right from the morning till the time we go to bed, we are in a busy world. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ വൈകുന്നേരം കിടക്കയിലേക്ക് പോകുന്നവരെ നമ്മൾ തിരക്കും പിടിച്ച ജീവിതത്തിലാണ്. Why? എന്തിനെ? To get position, status and earn money. അല്ലേ? നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കണം. അതുപോലെ ബാങ്ക് ബാലൻസ് എങ്ങനെയാ കൂട്ടിക്കിട്ടുക, വർദ്ധിപ്പിക്കുക എന്ന ചിന്തയാൽ we have no time, my dears. Once William Wordsworth എന്ന് പറഞ്ഞ ഗ്രേറ്റ് പോയറ്റ് പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ വെയർ ദ സ്ക്വിരിൽ മേക്ക് ദെയർ നെസ്റ്റ് എന്ന്. എവിടെയാണ് അണ്ണാറക്കണ്ണന്മാർ അവരുടെ കൂട് വയ്ക്കുന്നതെന്നോ, ഒരു പക്ഷി എങ്ങനെയാണ് അതിൻ്റെ കൂട് നെയ്തെടുക്കുന്നുണ്ടാക്കുന്നതെന്നോ ഒന്ന് നമുക്കിന്ന് പ്രകൃതി, വി ഹാവ് നോ ടൈം ടു ലുക്ക് ഇൻ ടു ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. പ്രകൃതിയുടെ സൗന്ദര്യം വീക്ഷിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല, നമുക്കത് നോക്കാൻ സമയമില്ല. Do you have the time to see the sunrise and sunset? ഓരോ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും സൗന്ദര്യം കണ്ടാസ്വദിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ല, അവിടെയും നമുക്കതിനൊന്നും സമയമില്ല. പോട്ടെ, നമ്മളൊരു കല്യാണ വീട്ടിലേക്ക് പോയാൽ ടു ടേക്ക് പാർട്ട് ഇൻ മാരേജ് സെറിമണി, അവിടെയും നമുക്ക് കല്യാണം നിന്ന് നോക്കി കാണാൻ സമയമില്ല. അപ്പോഴേക്ക് നമ്മൾ പന്തിയിലേക്ക് പരക്കം പാഞ്ഞുകൊള്ളുന്ന ഒരു ആളായി മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതം അങ്ങനെയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. കാരണം ഓരോരോ സ്റ്റാറ്റസ്, പൊസിഷൻ, സ്ഥാനമാനങ്ങൾ നേടുന്നതിന് വേണ്ടി, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷെ നമ്മൾ ആലോചിക്കുന്നില്ല നമ്മുടെ ജീവിതം ശരിക്കും ഒരു ഹാപ്പി ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ്, വെദർ ഡു യു എക്സ്പീരിയൻസ് ലൈഫ് ഫുള്ളി ടു അവർ മെൻ്റൽ സൈസ്. അതാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ റെസ്റ്റ്ലെസ്നെസ്, അസ്വസ്ഥത എന്നുള്ള ഒരു കാര്യം ഉണ്ടാക്കാനുള്ള മുഖ്യ കാരണം അതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഒരിക്കലൊരു കഥ കേട്ടതായി ഓർമ്മ വരുന്നു. കാരണം ഒരു ഡോക്ടറുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും, കാരണം ഹീസ് ഇൻ എ ബിസി, ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ ബിസി, രാവിലെ പ്രാതൽ കഴിക്കാൻ കൂടി അദ്ദേഹത്തിന് സമയമില്ല, വളരെ തിരക്കിട്ട് രാവിലെ കുറച്ച് രോഗികളെ വീട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസ് വെച്ച് നോക്കുന്നു, അവിടെ കുറേ പൈസ കിട്ടുന്നു. അതുപോലെ പിന്നെ ഹോസ്പിറ്റൽ ലൈഫായി, അവിടെ തിക്കും തിരക്കും പിടിച്ച രോഗികളുടെ ആ റഷ് ലോകം. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും അദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് ക്ലിനിക്കുണ്ട്, അവിടെ ചെന്ന് ഒരുപാട് രോഗികളെ നോക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. ടോക്കൺ ടിക്കറ്റ് എടുക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം അസംതൃപ്തി. കാരണം ഐ ഡിഡിൻ ഗെറ്റ് ഈവൺ എ ചാൻസ് ടു കമ്മ്യൂണിക്കേറ്റ് മൈ ഡിയറസ്റ്റ് ഹസ്ബാൻഡ്. എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബാൻഡുമായി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ വ്യാകുല ചിത്തയായിരിക്കുന്നു. പക്ഷെ ഡോക്ടർ അതൊന്നും കാണുന്നില്ല. ഇവിടെ ചോദിക്കുന്നത്, എന്തിനാണ് ആ ഡോക്ടർ ജീവിക്കുന്നത്? ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷെ എന്തിനാണ് ഒരു ജീവിതം ആസ്വദിക്കാതെ നമ്മളിങ്ങനെ റഷി ലോകത്തിൽ മാത്രം ജീവിച്ചിട്ട് മരിച്ചു പോയാൽ കൃമിക്രീഡങ്ങളെ പോലെ ചത്തുപോകുക എന്നല്ലാണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളത്, അല്ലേ? അതായത് അങ്ങനെ ഇരിക്കെ ഈ ഡോക്ടറുടെ ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഒന്ന് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപായം കണ്ടെത്തി എന്നാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ ടോക്കൺ 9ാമത്തത് ബുക്ക് ചെയ്തു, ഡോക്ടർ അറിയാം. അപ്പോൾ അദ്ദേഹം ഒരു രോഗിയുടെ അടുത്ത് ചുരുങ്ങിയത് 10-15 മിനിറ്റ് ചെലവഴിക്കുമെന്ന് ഈ ഭാര്യ കേട്ടു. അങ്ങനെ ഭർത്താവ് അറിയാതെ ആ ക്ലിനിക്കിൽ ടോക്കൺ നമ്പർ 9 എടുത്ത് കയ്യിൽ വെച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം ഓരോ രോഗികളെയും വിളിച്ച് അടുത്ത് വിളിക്കുന്നു, ടോക്കൺ നമ്പർ 9. ഉടനെ ഭാര്യ ചെല്ലുന്നു. ഡോക്ടർ ചൂടായിട്ട്, നീ എന്താ ഇവിടെ എന്തിനാ നീ ഇവിടെ വന്നത്? അല്ല, പുറത്ത് ബോർഡ് വെച്ച് കണ്ടു 15 മിനിറ്റ് നിങ്ങൾ രോഗികളുമായി സംവദിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കാൻ ഒരു 15 മിനിറ്റ് ഇങ്ങനെയേ കിട്ടൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ടോക്കൺ എടുത്ത് വന്ന്, അല്ലേ? കഥ കഷ്ടം, എത്ര ദയനീയമാണ്. മൈ ഡിയേഴ്സ്, ദിസ് ഈസ് ദ വേൾഡ് ടുഡേ. ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.